ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറേ ആയില്ലേ അറബിക്ക് കുറേ എല്ലാ ശനിയാഴ്ച അറബിക്കാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയതിനു ശേഷം അങ്ങനെ അറബിക്ക് ഇടാറില്ല. ഇപ്പം വന്നതിന് ശേഷമാണ് വീണ്ടും ശനിയാഴ്ച അറബിക്ക് സ്റ്റാർട്ട് ചെയ്ത്. ഇത് ഒരു എമിറാത്തി ഡിഷാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഖമീർ, എമിറാത്തി ഖമീർ ഒരു ഫ്ലാറ്റ് ബ്രെഡ് റെസിപ്പിയാണ്. നമ്മളെ കുബൂസ് എന്നൊക്കെ പറയുന്ന പോലെ അവർ ഡെയിലി ലൈഫിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ബ്രെഡ് റെസിപ്പിയാണ്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഓവന് വേണ്ട. നമ്മളെ തവയിൽ എങ്ങനെയാണ് എമിറാത്തി ഖമീർ ചെയ്യാൻ നോക്കുക. ഞാൻ 2 കപ്പ് മൈദ, അതായത് 250 ഗ്രാം മൈദ ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ മൈദയിലേക്ക് ഇവിടെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുക്കുകയാണേ. 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര, അതേപോലെ 1.5 ടീസ്പൂണ് നമ്മളെ ഈസ്റ്റ്. ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് എടുത്തത്, അതുകൊണ്ടാണ് ഡയറക്റ്റ് ചേർക്കുന്നത്. അല്ലെങ്കിൽ അറിയാലോ, നമ്മൾ ആ കുറച്ചുകൂടി വലിയ തരിയില്ല ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അത് ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഇതൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊന്തി വന്നതിന് ശേഷം മാത്രമേ മൈദയിൽ ഒഴിക്കാം. ഒരു 3/4 ടീസ്പൂണ് നമ്മളെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/4 ടീസ്പൂണ് നമ്മളെ ഏലക്കാപ്പൊടി. ഇതേപോലെ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾ. ഒരു 1/4 ടീസ്പൂൺ ഒന്നും ഇല്ല, 1/4 ടീസ്പൂണിൻ്റെയും പകുതി, അതാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയോടും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മളെ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മുട്ട ഞാൻ പൊട്ടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ പകുതി മതി കേട്ടോ, പകുതി നമുക്ക് ആവശ്യമുണ്ട്. പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. 2 കപ്പ് മൈദ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പകുതി മുട്ട ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂണ് നമ്മളെ തൈര്, പുളിയില്ലാത്ത കട്ട തൈരുണ്ട്, അതാണ് നല്ലത്. 1 ടേബിൾ സ്പൂണ് ഓയിൽ, നമുക്ക് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ചേർത്തി കൊടുക്കുക. ഞാൻ ഒലീവ് ഓയിലാണേ ചേർത്തി കൊടുത്ത് നമുക്കിതൊന്ന് യോജിപ്പിക്കും ഒന്നുകൂടെ, ഇതെല്ലാം കൂടെ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ സാഫ്രോണില്ലേ, കുങ്കുമത്തിൻ്റെ 2-3 സ്റ്റാൻഡ് ഒരു ഇത്തിരി പാലിലോ ചുടുവെള്ളത്തിലോ ഒന്ന് അധികം കുതിർത്ത് വെച്ച് ഇതിൽ ചേർത്തി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടാവും. അത് ചേർക്കാറുണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് സാഫ്രോൺ കുങ്കുമം ഇല്ല. നാട്ടിലോ പോയി വന്നതിന് ശേഷം കുങ്കുമം വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇപ്പം മഞ്ഞൾ ഇത്തിരി ചേർത്തി കൊടുത്തൊരു കളറിന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രോണും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇളം ചൂടുള്ള പാല് ഒരു 3/4 കപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പിൻ്റെയും 3/4 കപ്പിൻ്റെയും ഇടയിൽ നമുക്ക് ആവശ്യം വരും. ഈ പാലിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് ചൂടുവെള്ളത്തിലും കുഴച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, 1 സ്പൂണ് പാൽപ്പൊടി, ഇതിൽ നമ്മൾ പൊടികളൊക്കെ ചേർത്ത സമയത്ത് പഞ്ചസാര ഒക്കെ ചേർത്തില്ല, ആ ഒരു സമയത്ത് 1 സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്തി കൊടുത്താൽ മതി. പകരം ചുടുവെള്ളം, ഇതിന് പാലിന് പകരം ചുടുവെള്ളം എടുത്താലും മതി. ഞാനിപ്പോൾ പാൽപ്പൊടിയല്ല, പാലിലാണ് കുഴച്ചെടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളെല്ലാത്തിനും പിസൻ്റെ ഡോ ഒക്കെ കുഴയ്ക്കൂലേ, അതേപോലെ ആദ്യം ഒന്ന് സ്റ്റിക്കി ഡോ ആക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ഡോ ആക്കി മാറ്റിയേക്കുക. അപ്പം കണ്ട, ഇതുപോലെ നല്ല ഒട്ടി പിടിക്കുന്ന ഒരു ഡോ ആയിട്ട് ആദ്യം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് 1 ടേബിൾ സ്പൂണ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാൻ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെ ഇതിൽ നിന്നോ കുഴച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. കൈമേൽ ഇത്തിരി ഓയിലെല്ലാം ആക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇത്തിരി പൊടി വേണമെങ്കിൽ കയ്യിൽ തടവി കൊടുക്കാം, നമ്മൾ സാധാരണ കുഴയ്ക്കുമ്പോൾ. എന്നാൽ നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു 10 മിനിറ്റ്. അപ്പം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ കയ്യിലാവില്ല, പക്ഷെ ആ പ്രസ് ചെയ്ത കുഴി തന്നാലെ മേലേക്ക് ഇങ്ങനെ പൊന്തിപ്പോരും. ആ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈസ്റ്റ് ചേർത്തിക്കൊണ്ട് തന്നെ ഇത് കുറച്ച് വെക്കുമ്പോഴേക്കും ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പം അതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ ഇത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, ഇത് ഡ്രൈ പോകാതിരിക്കാൻ ഒരു ഇത്തിരി ഓയിൽ നമുക്ക് മേലെ ആക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാം. മണിക്കൂർ എന്നിട്ട് ചിലപ്പോൾ 1.5 മണിക്കൂർ എടുക്കും. ഓരോ ഈസ്റ്റിനനുസരിച്ചിട്ട് ഡബിൾ സൈസ് ആവുന്നത് വരെ വെക്കാം. നല്ലോണം ഇതുപോലെ അടിച്ചു വെച്ചിക്കണേ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും, പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ അടിച്ചു വെച്ചിട്ടേ വെക്കാം. അപ്പം നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. 1 മണിക്കൂറിന് മുമ്പ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് അങ്ങ് പൊന്തിയിട്ട് കണ്ടോ.
ഒന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് പൂരിൻ്റെ ഒക്കെ പോലെ, പൂരിൻ്റെ അത്ര വലുപ്പം മതി, പക്ഷെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ പൂരിൻ്റെ അത്ര പോലെ പരത്തിയെടുക്കണം. ആ ഒരു രീതിയിൽ ഉള്ള ബോൾസുകളാക്കിയിട്ട് എടുക്കാൻ പോകും. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് വിടാം. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്യും. അപ്പം നമുക്ക് ഈസി ആയിട്ട് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി എടുക്കട്ടോ. നാരങ്ങൻ്റെ നല്ല വലുപ്പമുള്ള നാരങ്ങ അത്രയുണ്ട് കേട്ടോ. വലിയ നാരങ്ങൻ്റെ അത്രയുള്ള ഒരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 2 കപ്പിൽ നിന്ന് ഇതാ ഇതുപോലുള്ള 10 ബോൾസുകളാട്ടോ കിട്ടിയ. 10 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തണം. അപ്പൊ ഇത് ഇങ്ങനെ ബോൾസ് ആക്കിയാലും ഇങ്ങനെ തുറന്ന് വെക്കാൻ പാടില്ല, മേലെ ഒരു ഉറപ്പായി പോവും. അപ്പൊ എപ്പോഴും അടിച്ചു വെക്കണം കേട്ടോ. അത് നമുക്കിനി പരത്തിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മുട്ട അല്ലേ, മുട്ടയിലേക്ക് ഞാൻ ഒരു ചെറിയ മുട്ടയൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചുവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് എള്ള എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കറുത്ത എള്ളാണ് എടുത്തത്. കൂടെ വെള്ള എള്ളും കൂടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തോളാണ്, കറുപ്പും വെള്ളയും കൂടി. ബ്ലാക്കും വൈറ്റും സിസേമി സീഡ്സ് മിക്സ് ചെയ്യുക. എൻ്റെ അടുത്ത് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുത്താണ്. ഇത് നമ്മൾ പരത്തിയിട്ട് എൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളതിനനുസരിച്ച് എടുക്കുക. നമുക്ക് നമ്മൾ ഉണ്ടാക്കിച്ച ബോൾസ് ഓരോന്നും പരത്തിയെടുക്കാം. അപ്പോൾ ഞാനൊരു കട്ടിംഗ് ബോർഡ് മേലെ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. അത് മൈദയിലാക്കി നമ്മൾ സാധാ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. ആദ്യം ഒന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസി ആയിരിക്കും പരത്താൻ. ഇത്രയും വലുപ്പത്തിൽ നമ്മൾ സാധാ പൂരിയൊക്കെ പരത്തുന്ന വലുപ്പത്തിൽ മതി. പക്ഷെ കണ്ടോ കട്ടിയുണ്ടോ, ഒരു 1/4 ഇഞ്ച് കനത്തിൽ പരത്തണേ. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും അടച്ചു വെക്കാൻ പറ്റിയ ഒരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ അടപ്പുകൊണ്ടോ അടച്ചു വെക്കണം. ഇതും അല്ലെങ്കിൽ ഇതും ഡ്രൈ ആയിപ്പോൾ പരത്തി കഴിഞ്ഞാൽ അടച്ചു വെക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലാണെങ്കിൽ അവിടെ ഒരു തുണി കൊണ്ട് അടച്ചിട്ടാൽ മതി. എല്ലാം ഇതുപോലെ പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. നമ്മളെ ഖമീർ ചുട്ടെടുക്കാം. നമ്മൾ തവയിലാണ് ചെയ്യുന്നത്. ഇത് പലരും ഓവനിൽ ചെയ്യാം. ഓവനിൽ ചെയ്യാൻ ഗ്രിൽ മോഡിൽ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ അല്ലാണ്ട് ഇത് ചിലർ ഫ്രൈ ചെയ്യുന്നത് കാണാം. പക്ഷെ എമിറാത്തി ഖമീർ ഒരിക്കലും ഫ്രൈ അല്ല ചെയ്യുന്നത്. നമ്മൾ കുബൂസ് ഒക്കെ ചുട്ടെടുക്കുമ്പോൾ അവർ ചൂളയിൽ ചുട്ടെടുക്കുക. നമ്മൾ നാന് തന്തൂരിയൊക്കെ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റൗ ടോപ്പിൽ എങ്ങനെ ചെയ്യാം, അടിപൊളിയായിട്ട് എങ്ങനെ കിട്ടുമെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു തവ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തവ വെച്ചത് ഒരു തട്ടിൻ്റെ മേലെയാണ്. നമ്മളെ സ്റ്റെയിനറില്ലേ, ഒരു പഴയ സ്റ്റെയിനർ, അടിയിൽ ആ ഫ്ലെയിം കിട്ടണം. അതാണ് ഇങ്ങനത്തെ. അതല്ലെങ്കിൽ ഹോൾ ആയിട്ടുള്ള അടിഭാഗം കംപ്ലീറ്റ് ഇല്ലാത്ത ഒരു തട്ടാണെങ്കിൽ, ഒരു സ്റ്റാൻഡ് പോലെ ആണെങ്കിൽ അതും നന്നാവും. ഇതും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, കുക്കറിലും ചെയ്തെടുക്കാൻ പറ്റും. കുക്കറിൽ നമ്മൾ ഞാനൊക്കെ ചെയ്യുന്നില്ലേ കുക്കറിൻ്റെ അടിഭാഗത്ത്, അതേപോലെ തന്നെ നമുക്കിതും ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം തവയിൽ കാണിച്ചു തരാം, പിന്നെ കുക്കറിൽ കാണിച്ചു. അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ തവയും പാത്രവും എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. നമ്മളെ തവ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നേരത്തെ പരത്തി വെച്ച ഒരു ഖമീർ എടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളമാക്കി കൊടുക്കാം. തവയിൽ വെക്കുന്ന ഭാഗത്ത് അടിഭാഗത്ത് വെള്ളമാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളെ തവയിലേക്ക് ഈ വെള്ളമുള്ള ഭാഗം അടിയിലാക്കിയിട്ട് വെച്ചു കൊടുക്കുക. ഇതിൻ്റെ മേല നമ്മൾ മുട്ട ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ട അതിനാണ് നേരത്തെ ബാക്കിയില്ലായിരുന്നു, അത് അങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ പൊന്തി തുടങ്ങും, കുഴപ്പമില്ല. മേലേക്ക് നമ്മളെ എള്ളിട്ട് കൊടുക്കുക. മുട്ട ഇട്ടതിന് ശേഷം എള്ള, അപ്പം എള്ള ആ മുട്ടയിൽ അങ്ങ് പിടിച്ചു നിന്നോളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇതങ്ങ് കമഴ്ത്തി കൊടുക്കുക. കണ്ട അതാ നമുക്കിത് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം എന്തായി നോക്കാം. കണ്ട ഇതുപോലെ കിട്ടും. ഇപ്പോൾ കംപ്ലീറ്റ് പൊങ്ങി ഇതുപോലായി വരും കേട്ടോ. അതിൻ്റെ മേലെ ഫുള്ള് ആ മുട്ടൻ്റെ ആ ഒരു കളറും ചേഞ്ച് ആയിട്ട് വരും. അധികം കരിയാനും പാടില്ല. ഇപ്പം എല്ലാവരും കണ്ടില്ലേ, തവയെ തന്നെ ഇങ്ങനെ ചെയ്യാം. ഓവൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് മെല്ലെ ഇളക്കിയെടുക്കാം. ഇത് നല്ല നോൺ സ്റ്റിക്കിൽ ചെയ്യരുത് കേട്ടോ. കാരണം കുറച്ചൊരു പഴയ നോൺ സ്റ്റിക്ക്, അല്ലെങ്കിൽ നമ്മളെ സ്റ്റീലിൻ്റെ തവ, അല്ലെങ്കിൽ കുക്കർ, അടി കട്ടിയുള്ള കുക്കറിൽ ഞാൻ കാണിച്ചു തരാം. കുക്കറിലും ചെയ്യാൻ നല്ല ഈസിയാണ് കുക്കറിൽ. അപ്പം അത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ചിലപ്പോൾ അത് കമഴ്ത്തി ഇങ്ങനെ നിൽക്കൂല.
അങ്ങ് വീണു താഴേക്ക്. കണ്ടോ, നല്ല അടിപൊളി ഖമീർ ഇവിടെ റെഡി കേട്ടോ. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതേപോലെ ഞാൻ ഒരു കുക്കർ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ കുക്കറിലേക്ക് നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ വെള്ളം ഒരു ഭാഗത്ത് വെള്ളമാക്കി കൊടുത്തിട്ട്, കുക്കറിൽ ഓയിലൊന്നും ആക്കരുത് കേട്ടോ. കുക്കറ് വെള്ളം നന്നായിട്ടാക്കിയിട്ട് വെള്ളമുള്ള ഭാഗം അടിയിലേക്ക് സെൻറ്ററിലേക്ക് വെച്ചു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എള്ളിട്ട് കൊടുക്കുക. വെള്ളം എള്ളുകൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. കുക്കർ കമത്തിപ്പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ കമത്തി വെക്കുക. കുക്കർ മീഡിയം ഫ്ലെയിമിൽ വെക്കാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു. എല്ലാം മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. നമ്മുടെ തവയിൽ ഒരു ഭാഗത്താകുന്നുണ്ട്, കുക്കറിൽ വേറൊരു ഭാഗത്ത്. കണ്ട തവയിലെത്തായത് അതേപോലെ നമ്മളെ കുക്കറിലെത്തും ആയിണ്ട്. കണ്ട കുക്കറിലെത്ത് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിലേക്കല്ലേ മറ്റേ ഒരു തട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടും ഇതേപോലെ എടുക്കുക കേട്ടോ. ഞാനിത് എടുത്താൽ മതി. അടിഭാഗം കണ്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇതാണ് എമിറാത്തി ഖമീർ. ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ. ഓയിൽ വേണ്ട. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരിത്തിരി നെയ്യോ, ചെറിയൊരു മധുരം ഉണ്ടാവും. ഇങ്ങനെ തന്നെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരിത്തിരി നെയ്യ് വേണമെങ്കിൽ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത്തിരി ഒലിവ് ഓയിലോ നെയ്യോ, ഇനി ഹണി വേണമെങ്കിൽ ഹണി ഉപയോഗിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇതാണ് അധികം ബ്രേക്ക്ഫാസ്റ്റിനായാലും റമദാൻ്റെ സമയത്ത് അവർ ഇഫ്താറിനായാലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റും വെക്കാം കേട്ടോ. അടിയിൽ തട്ടൊന്നും ഇല്ലാതെയും വെക്കാം. പക്ഷേ ഇങ്ങനെ തിരിച്ച് പിടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു 3 മിനിറ്റ് നിങ്ങളിങ്ങനെ കുറച്ചൊരു ഹൈറ്റിൽ, അതേ ഒരു ഹൈറ്റിൽ കൈവച്ചിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും. നമുക്ക് തട്ടിൻ്റെ മുകളിലങ്ങ് വെക്കാമല്ലോ. കുറച്ചൊരു ഫ്ലെയിമിൽ നിന്ന് നമ്മൾ ആ ഒരു തട്ടിൻ്റെ ഒരു 10 സെൻറ്റിമീറ്റർ മേലായിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കണം. അധികം ഫ്ലെയിമിലേക്ക് വെക്കാതെ. ഇപ്പോൾ ഞാൻ വെക്കുന്ന പോലെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെ പിടിച്ചത് എങ്ങനായി ഉണ്ടെന്ന്. കണ്ടോ, നന്നായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞോട്ടെ. കണ്ടോ, പക്ഷെ ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ പിടിക്കണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. തട്ടിൻ്റെ മേലെ നമുക്ക് കമഴ്ത്തി വെക്കാമല്ലോ. അടിപൊളി ഖമീർ. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി എമിറാത്തി ഖമീർ. അറബിക് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അറബിക് ബ്രെഡാണ്, ഫ്ലാറ്റ് ബ്രെഡ് റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.